മാസ്റ്റർ നമസ്തേ. മാസ്റ്റർ വളരെ ഹെവി പ്രാക്ടീസ് ആണല്ലോ. മാസ്റ്റർ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ. മാസ്റ്റർ യോഗ പ്രാണവിദ്യയുടെ സീനിയർ ട്രെയിനറാണ്. മഹാത്മാ ചോക്കോക്സി അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. വർഷങ്ങളായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു, ഹീലിംഗ് കൊടുക്കുന്നു. മാസ്റ്റർ പ്രതിനിധീകരിക്കുന്നത് യോഗ പ്രാണവിദ്യ. പുറത്ത് ടീച്ചിങ്ങുകൾ വ്യത്യസ്തമായി ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ടീച്ചിങ്ങുകൾ ഉണ്ട്. പ്രാണിക് ഹീലിംഗ്, പ്രാണിക് എനർജി ഹീലിംഗ്, റേക്കി ഹീലിംഗ്, ഏഞ്ചലിക് ഹീലിംഗ്, ഒരുപാട് ഉണ്ട്. അപ്പോൾ പൊതുവേ വീഡിയോകളിലൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് കാണുന്നത് ഈ പ്രാണ ചികിത്സ അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ്, എനർജി ഹീലിംഗ് ഒക്കെ അതീന്ദ്രിയമായ മായാജാല, മന്ത്രവാദ, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ ഒരു മഹാസംഭവമാണെന്നുള്ള രീതിയിലുള്ള അവതരണങ്ങൾ കാണാറുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ രീതികൾക്ക് മാത്രമായിട്ടുള്ള രീതിയിലാണെന്നും കാണപ്പെട്ടു വരുന്നുണ്ട്. എല്ലാ മതങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ ഇതെന്തെങ്കിലും അതീന്ദ്രിയമായിട്ടുള്ള രീതിയിലാണെങ്കിലാണോ, ആ രീതിയിലാണോ ഈ യോഗ പ്രാണവിദ്യ? അതെന്തുമാത്രം വ്യത്യസ്തമാണ്, പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് എന്തുമാത്രം ചേർന്നതാണ്? ഇതൊരു നല്ല ചോദ്യമാണ്. നാം ഒന്ന് കുറച്ചും കൂടി മനസ്സ് വിശാലമായി ഈ ലോകത്തെ കാണാനായിട്ട് സാധിച്ചാൽ, ഈ ഭൂമി ഒരു പ്രത്യേക മതമുണ്ടോ ഈ ഭൂമിക്ക് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യം. ഇവിടെയുള്ള ഈ പാറക്കെട്ടുകൾ, ഈ കാണുന്ന മരങ്ങൾ, ഈ കാടുകൾ ഒക്കെ ഏതെങ്കിലും മരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിലകൊള്ളുന്നത് എന്ന് ആദ്യം തന്നെ ആലോചിക്കുക. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഈ സ്ഫിയർ, ഒരു ഫസ്റ്റ് ലെയർ ഓഫ് സ്ഫിയറിലെ ഭൂമി, ഈ നമ്മൾ കാണുന്ന ഈ വെള്ളവും കല്ലും പാറക്കെട്ടുകളും മഞ്ഞും മലകളും ഒക്കെ, അത് നമ്മൾ ലിത്തോ സ്ഫിയർ എന്ന് പറയും. ഇത് ഏതെങ്കിലും മതത്തിനോട് ഇതിന് ചായ്വുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മതമാണോ എന്നുള്ളതൊന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. കൃഷ്ണൻ അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇത് ഏതെങ്കിലും മതമായിട്ട് ബന്ധപ്പെട്ടുന്നു, ഹിന്ദുവിൻ്റെ മതമാണ്, പാറക്കെട്ടുകളും പാറേൻ്റെ മുകളിലുള്ള ക്ഷേത്രങ്ങളും ഹിന്ദുവിൻ്റെ ആണെന്നത്? ഈ ദൈവം എന്നുള്ള ഒരു തത്വം തന്നെ ഒരു പരബ്രഹ്മമായി നിൽക്കുന്ന, അതിസൂക്ഷ്മമായി നിൽക്കുന്ന, പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഏതോ ഒരു വലിയ ഒരു ബ്രഹ്മമാണ്. അതായത് വികസിതമായ ഒരു കോൺഷ്യസ്നെസ്സാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കാത്ത ആളുകളാണ് ഓരോ മതങ്ങളെ പ്രത്യേകം പ്രതിനിധീകരിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതികൾ ചെറിയ ഇടുങ്ങിയ ചിന്തകളിലേക്ക് പോകുന്നത്. മനുഷ്യന്മാർ പറയുന്നതാണോ ഈ പ്രകൃതിയുടെ തത്വങ്ങൾ? മനുഷ്യന്മാരുടെ പല ഗുരുക്കന്മാരും പലതും പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനേക്കാളും വലുതല്ലേ ഈ പ്രകൃതി, ഈ ഭൂമി എന്ന് മാത്രം നമ്മൾ ആലോചിക്കുക. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യം ആലോചിക്കേണ്ട. ഈ ഭൂമി, അതിനൊക്കെ ഈ എത്ര വലിയ ഗുരുക്കന്മാരായാലും, എത്ര വലിയ അറിവുള്ള ആളുകളായാലും, എത്ര വലിയ പ്രവാചകന്മാരായാലും, അതായത് കൃഷ്ണനൊരു പ്രവാചകനായിരുന്നു, നബി ഒരു പ്രവാചകനായിരുന്നു, ക്രിസ്തു പ്രവാചകനായിരുന്നു, അങ്ങനെ ഒട്ടനവധി, എലിയ പ്രവാചകൻ, അങ്ങനെ ഒട്ടനവധി പ്രവാചകന്മാരുണ്ട്. ഇവരും ഈ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ. അവർക്ക് മരണപ്പെട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്, ദിവ്യപ്രകാശമായിട്ട് മാറിയിട്ടില്ല. അങ്ങനെ കഥകളിലൊക്കെ പറഞ്ഞാലും അത് സത്യമല്ല. ക്രിസ്തുവൊക്കെ മരണപ്പെട്ട് തന്നെയാണ്. അങ്ങനെ മനുഷ്യനായിട്ട് ജനിച്ചാൽ മരിക്കുക. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ വളരെ ചെറിയ ഒരു പ്രൊഡക്റ്റിൽ, ഒരു കടുകുമണിയോളം പോലും ഇല്ലാത്ത ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഉറുമ്പിനെ കാണുന്ന മനോഭാവമേ ഉള്ളൂ നമ്മളെക്കാളും കുറച്ചും കൂടിയും ഒരു ലെയർ ഓഫ് എനർജിക്ക്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ മതങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. മതങ്ങൾക്ക് ഒരു ചട്ടക്കൂടുണ്ടാക്കി അതിൽ കുറേ സാംസ്കാരികമായിട്ടുള്ള അവരുടെ ആ സമൂഹത്തിലുള്ള ഗോത്രങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന പല ഗോത്രങ്ങളായി വിഘടിച്ചു പോയ അവരൊക്കെ ഓരോ തരത്തിൽ ഓരോ കാര്യങ്ങൾ അവരുടെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിനൊരു പ്രത്യേക നിയമങ്ങളും ചിട്ടകളൊക്കെ കൊണ്ടുവരുന്നത് അവരുടെ ജനങ്ങൾ
സത്യസന്ധരും നന്മയുള്ളവരുമായി ജീവിക്കാനും ശരിയായ കാര്യങ്ങളെ ഗ്രഹിക്കാനും അറിവിൻ്റെ തലത്തിലേക്ക് പോകാനും ഈ പ്രകൃതിയെ കൂടുതലായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനും തന്നെയാണ്. മറിച്ച് അത് കൈകാര്യം ചെയ്ത് വരുമ്പോൾ അതിന് ഓരോ തരത്തിലുള്ള അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ട് തെറ്റായ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഏത് മതത്തിലുള്ള ആളുകളും ചെയ്യുന്നതെന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ ഈ പ്രപഞ്ചത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, വേണ്ടാന്നേ ഭൂമിയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവർക്കത് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുമോ? പിന്നെയാണോ ദൈവവും പ്രവാചകന്മാരൊക്കെ? ദൈവത്തെ നമുക്ക് മനസ്സിലാക്കേണ്ട, ദൈവം അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്ത് നടക്കട്ടെ. നമുക്ക് മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സഹോദരങ്ങളാണ് ഈ ഭൂലോകത്ത് കാണുന്ന, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ സഹോദരന്മാരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതില്ലേ? മനുഷ്യർ മാത്രമല്ല, ജീവജാലങ്ങളും സഹജീവികളല്ലേ? തുമ്പികൾ പോലും, കിളികളായാലും കാക്കയായാലൊക്കെ നാം അവരെയൊക്കെ നമ്മുടെ സഹോദരന്മാരായിട്ടൊന്ന് കണ്ടൂടെ? കാരണം അവർക്കും ജീവനുള്ളവരാണ്. നാം എന്തുകൊണ്ടാണ് നമ്മുടെ മതത്തിലുള്ളത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നത്? ഏത് അളവിൽ നിന്നാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന്, മെഷർ ചെയ്യുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മതങ്ങൾ ഉണ്ടാക്കിയത് നല്ലതിനാണെങ്കിലും മതത്തെ അത് കൈമാറി വരുമ്പോൾ അതിലൊക്കെ ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ആ കാലഘട്ടത്തിലെ ആ കാര്യങ്ങളെ ഓരോരുത്തരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ. ബുദ്ധിയുള്ളവനാണല്ലോ എപ്പോഴും മറ്റുള്ളവരെ ഭരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ സ്ത്രീധന സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിലെ കാര്യം പറയാമല്ലോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി തന്നെ ഒരു ധനമാണെന്ന് അറിയാതെ പെൺകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു സ്വത്ത് ഇത്ര കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര പണം കൊടുക്കണമെന്നുള്ള വ്യവസ്ഥ, അതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഉത്സവവും, ഞാൻ എൻ്റെ പല സ്റ്റുഡൻസിൻ്റെ ഇതുകളിൽ നിന്ന്, എൻ്റെ വീട്ടിലങ്ങനെയുള്ള അനുഭവങ്ങളില്ല, പക്ഷേ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോന്നിനും ഓരോ ചടങ്ങുകളായിട്ട് ഓരോന്ന് കൊണ്ടു കൊടുക്കുക. പോത്തിനെ വെട്ടുക, എന്നിട്ട് ആളുകൾക്ക് കൊടുക്കുക. കുഞ്ഞിന് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ നാട്ടുകാർക്ക് മുഴുവൻ ഒരു പോത്തിനെ അറുത്ത്, ഒരു പോത്തോ 2 പോത്തോ അറുത്ത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കുക. ദാറ്റ് ഈസ് ഗുഡ്. അത് ഭക്ഷണമായിട്ടൊക്കെ ആളുകൾ കൊടുക്കണമൊക്കെ നല്ല തന്നെ. ഈ ചടങ്ങൊക്കെ ഉണ്ടാക്കിയതിൻ്റെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താ? അല്ലെങ്കിൽ വിഷു ഓണാകുമ്പോൾ കായക്കൊലയും പേരൊക്കെ ആയിട്ട് പെൺകുട്ടീനെ കല്യാണം കഴിച്ച വീട്ടിൽ ചാക്കയിട്ട് അച്ഛൻ ചുമടായിട്ട് തലയിൽ ചുമന്നിട്ട്, ഇപ്പോൾ കാറിൽ ബെൻസ് കാറിലാണ് കൊണ്ടു കൊടുക്കുകയെങ്കിലും പണ്ടൊക്കെ അച്ഛന്മാർ തലയിൽ ചുമന്ന് നെല്ലും അരിയും ഒക്കെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് മോളെ അവർ നന്നായി നോക്കണേ എന്ന് ഉള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്ന കാലഘട്ടം മാറി. എന്നാലും അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊരു വാശിയായിട്ടും അതൊരു വൈരാഗ്യമായിട്ടും വഴക്കുകൾക്കും ഒക്കെ കാരണമാകുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഇത്ര സംസ്കാരം ഉണ്ടായിട്ട് തന്നെ. അപ്പോൾ എന്തിനാണ് ഈ വക ചിട്ടകൾ, നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? സൂക്ഷ്മമായി അനലൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളതാണ്. ആരാണ് പിന്നെ? ആണിനാണ് മേന്മ കൂടുതൽ, സ്ത്രീക്ക് മേന്മ കുറവാണ്. ആണിനാണ് ഭരിക്കാൻ അവകാശം. ഇതാരാണ് ഇത് തയ്യാറാക്കിയത്? എങ്ങനെയാണ് അത് ഒരു യുക്തിപൂർവ്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്ത്രീയില്ലെങ്കിൽ പിന്നെ പുരുഷനില്ലല്ലോ. ഈ പുരുഷനുണ്ടാവണമെങ്കിൽ, പുരുഷൻ നിലനിൽക്കണമെങ്കിൽ സ്ത്രീ ഉണ്ടാവണ്ടേ? അപ്പോൾ ആ സ്ത്രീക്ക് രണ്ടാമത്തെ സ്ഥാനമില്ല. അവരൊരു അമ്മയുടെ സ്ഥാനം എന്നാണ് സ്ത്രീക്കുള്ളത്. ഇപ്പോൾ ഭാര്യ പ്രസവിക്കാനുള്ളത് മാത്രമാണെന്നും കുഞ്ഞുങ്ങളുണ്ടാക്കി അവരെ വളർത്താനുള്ളതാണെന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മളങ്ങനെ? അമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ള ബലഹീനത മിസ്യൂട്ടിലൈസ് ചെയ്യപ്പെടല്ലേ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും അവരവരുടെ കായിക ബലവും ബുദ്ധിയും കൂടുതലുള്ള ആളുകൾ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുക, അതിനനുസരിച്ച് ബുദ്ധി കുറഞ്ഞവർ പ്രവർത്തിക്കുക. അതിന് നിന്ന് കൊടുക്കുന്ന ഒരിടമാണ് ഇന്ന് പല രാജ്യങ്ങളും പല മതങ്ങളും. ഓരോരുത്തരുടെ അതാത് കാലഘട്ടങ്ങളിലെ നിക്ഷിപ്ത താല്പര്യങ്ങൾ, സെൽഫിഷ്നെസ്, അതിനെ പുറമൂടിയാക്കിയിട്ട് ഭംഗിയാക്കിയിട്ട് അതിനൊരു കൾച്ചറാക്കിയിട്ട്, ഇതിന് പിന്നിൽ എന്താണ് ശാസ്ത്രം എന്ന് ചോദിച്ചാൽ ഇവർക്കൊന്നും അറിയില്ല. ഇവരൊക്കെ പറയുന്നുണ്ട് അതങ്ങനെയാണ്, ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തിനാണ് അങ്ങനെ,
അത് അങ്ങനെയാണ് എൻ്റെ ആചാര്യന്മാർ, എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുള്ളൂ. അതിൻ്റെ പിന്നിലെ സയൻറ്റിഫിക് അനാലിസിസ് എന്താണെന്നും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ ഇവിടെ ഞാൻ കൃഷ്ണൻ ചോദിച്ച ചോദ്യം, ഈ ഹീലിംഗ് ആയിട്ട് എങ്ങനെയാണ് മതത്തിന് ബന്ധം? എല്ലാവരും ഹീലേഴ്സ് അല്ലേ? മനുഷ്യന്മാരെല്ലാവർക്കും ഹീലിങ്ങിനുള്ള അവകാശമുണ്ട്, കഴിവുണ്ട്. നാം എവിടെ നിന്നാണ് ഈ ഊർജ്ജത്തെ എടുക്കുക? ഊർജം കൊണ്ടാണ് നാം ചികിത്സ ചെയ്യുന്നത്. ഈ പ്രകൃതിയിലെ മഹനീയമായ ഊർജ്ജവിശേഷത്തെ നാം സ്വീകരിച്ച് ചീത്ത ഊർജ്ജങ്ങളെ കളഞ്ഞ് അവിടെ ശുദ്ധമായ ഊർജ്ജത്തെ കൊടുത്ത് ശുദ്ധീകരിക്കുക. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ നെഗറ്റീവ് കളയുക, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി. നമ്മൾ ഇങ്ങനെ പറയാം, നമുക്ക് ഡിസീസ്ഡ് ആയിട്ടുള്ളതോ ബ്ലോക്കഡ് ആയിട്ടുള്ള എനർജീസിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ശുദ്ധമായ നല്ല ഊർജ്ജം അവിടെ കൊടുക്കാമെന്ന് നമുക്ക് പറയാം. ഇത് ഏതെങ്കിലും ദൈവം പ്രത്യേകിച്ച് പ്രത്യേക മതക്കാർക്ക് വേണ്ടി മാത്രമാണോ ഈ അറ്റ്മോസ്ഫിയർ ഉള്ളത്? നാം ഈ എടുക്കുന്ന ഊർജം ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, അതായത് നമ്മൾ ഈ കാണുന്ന പാറക്കെട്ടുകളും ഈ പ്രകൃതിയൊക്കെ, ഒന്നുകൂടെ പറയാം, ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞ ഇതുമാണ്. എൻ്റെ സ്റ്റുഡൻസ് കേൾക്കണമെങ്കിൽ അവർക്കൊക്കെ ഒന്നും കൂടി ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. ലിത്തോസ്ഫിയറാണ്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അടുത്ത ലെയറാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ആ അറ്റ്മോസ്ഫിയറിൽ നിന്നെടുക്കുന്ന പ്രാണനെ നമുക്ക് ശ്വാസിക്കണ്ടേ? അതിന് എവിടെ നിന്നാണ് ശ്വാസം കിട്ടുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. ബാഷ്പീകരണം ഉണ്ടായിട്ടുള്ള ജലകണങ്ങൾ നിൽക്കുന്നുണ്ട്. നമ്മളെ ഹ്യൂമിഡിറ്റി അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ, നമ്മുടെ ബോഡി ഹീറ്റ് ബാലൻസ് ചെയ്യാനൊക്കെ നമ്മളിവിടെ നിലനിൽക്കുന്നതിൻ്റെ ഒരു വലിയ സയൻസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളറിയാതെ തന്നെ അദൃശ്യമായിട്ട്. നമ്മുടെ ശരീരത്തിന് വേണ്ട, നമ്മുടെ ഊർജ്ജമണ്ഡലങ്ങൾക്ക് വേണ്ടി ഈ പ്രകൃതി തന്നതായ ഒരു കാര്യങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അത് അറ്റ്മോസ്ഫിയറാണ്. ഈ അറ്റ്മോസ്ഫിയർ ആരുടെയെങ്കിലും സ്വന്തമാണോ? ഈ വായു ആരുടെയെങ്കിലും സ്വന്തമാണോ? ഈ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഈ കണങ്ങൾ ആരുടെയെങ്കിലാണോ? ഈ പുറത്തേക്ക് വിടുന്ന മരങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് ഏതെങ്കിലും ദൈവത്തിൻ്റെ മാത്രം പ്രത്യേക സൃഷ്ടിയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരുടെ സൃഷ്ടിയാണോ? ഇതൊന്ന് സ്വയം വിലയിരുത്തി നോക്കിയാൽ ഒന്നും മതങ്ങൾക്കുള്ളതല്ല. ഇത് എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, കാരണങ്ങൾക്ക് വേണ്ടി ഓരോ മതത്തിൻ്റെ ചുവട് പിടിച്ച്, അവർക്കിഷ്ടമല്ലാത്തത് അത് ആ മതത്തിന് ചേരില്ല എന്ന് പറയുക. അവർക്കിഷ്ടമല്ല, അവരുടെ കാര്യം ശരി, അവരുടെ കാര്യമാണെങ്കിൽ ഇത് ശരിയാണ്, ഇത് തെറ്റല്ല. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദു മതം കാര്യം ഇത് പറയണം, ഇത് ഇസ്ലാമിൻ്റെയും ക്രിസ്തുവിൻ്റെയാണ്. ക്രിസ്തുവിനാണ് ഹീലിങ്ങിന് അവകാശമുള്ളതെന്ന് പറയുന്ന അച്ഛന്മാരുണ്ട്. അത് ശരിയാണോ? ക്രിസ്തുവിൻ്റെ ആണോ ഈ പ്രകൃതിയും ഈ പ്രപഞ്ചമൊക്കെ? ക്രിസ്തുവിൻ്റെ ആണോ? ക്രിസ്തുവിടെ ജനിച്ചു, ഒരു മനുഷ്യപുത്രനായി ജനിച്ചു, ഒരു ഗുരുതലത്തിലുള്ള അറിവുള്ള, സമ്പുഷ്ടമായ അറിവുള്ള ഒരു ജ്ഞാനിയായ ഒരു ഗുരുവായിരുന്നു അദ്ദേഹം എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അല്ലല്ലോ ഈ അറ്റ്മോസ്ഫിയർ. ഇനി അതിൻ്റെ മുകളിലുള്ള ഓരോ സ്ഫിയറുകളും അദ്ദേഹത്തിൻ്റെ അല്ലല്ലോ. അദ്ദേഹം പോണോടുകൂടി അപ്പോൾ ഇത് ഇവിടുന്ന് പോകണ്ടേ? അതുമാതിരി ഈ പ്രവാചകന്മാർ, മറ്റുള്ള എല്ലാ പ്രവാചകന്മാരെ പേര് പറയാൻ കുറച്ച് ഭയമുണ്ട്. കാരണം ഇവിടെ ഓരോരുത്തരും കൃഷ്ണൻ പ്രവാചകനായിരുന്നു അല്ലേ? ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും അർജുനനും ഭാഗവതം ഉണ്ടാവുന്നതിനും ഒക്കെ കാരണക്കാരനായിട്ടുള്ള അർജുനൻ. അപ്പോൾ നാം തിരിച്ചറിയണത് ഇവിടെ ഇതൊന്നും ആരുടെയും സ്വന്തമല്ല. ആർക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഈ പാറക്കെട്ട് ആരുടെ സ്വന്തം എന്നാ പറയുക? ഇത് ഗവൺമെൻറ്റിൻ്റെ സ്വന്തമാണോ? ഗവൺമെൻറ്റിൻ്റെയും സ്വന്തം എന്നല്ല, ഇത് ഈ പ്രകൃതിയുടെ സ്വന്തമാണ്. ഈ സ്ഫിയറിൻ്റെ സ്വന്തമാണ്. ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയൊരു കടുകുമണിയോളം പോലെയുള്ള ഭൂമിയുടെ മാത്രം സ്വന്തമാണ്. ഇതൊന്നും ആരുടെ അല്ല. നമ്മളിവിടെ ചുറ്റി വളച്ച് കെട്ടിയോണ്ട് നമ്മുടെ ആവില്ല. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന വസ്തുക്കൾ, ഇവിടെ നിന്ന് സ്വാംശീകരിച്ചെടുക്കുന്ന ഊർജ്ജങ്ങൾ എങ്ങനെയാണ് ഒരു മതത്തിൻ്റെ കീഴിൽ വരിക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. മറിച്ച് അങ്ങനെ സങ്കല്പിക്കുന്ന ഇവിടെ ഒക്കെ ഒരു കാര്യം സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മനസ്സിലാക്കേണ്ടത്, അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഓരോന്നിനെയും മാനിപ്പുലേറ്റ് ചെയ്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, രാജ്യ താല്പര്യങ്ങൾക്ക്, ഇന്ന് നടക്കുന്ന ലോകത്തുള്ള യുദ്ധങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ട്. എന്തിനാണ് ഈ യുദ്ധം ചെയ്യണത്? എന്തിനാണ് ഈ ഭൂമി അതിര് തിക്കി വരുന്ന ആളുകളെ കുറിച്ചൊന്നും ഓർക്കുക. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാൻ ആലോചിക്കുമ്പോൾ അവിടെ നിന്നൊരു മരം കൊണ്ട് ചാഞ്ഞു നിന്നാൽ
ആ അതിര് കുറച്ചും കൂടെ വേരുകൾ അവരുടെ പറമ്പിലേക്ക് അതിര് പോയാൽ വല്ലാതെ അസ്വസ്ഥരാകുന്ന ആളുകളുണ്ട്. ഇവരിതൊക്കെ ഈ ജീവിതത്തിൽ ഇതൊക്കെ അവർക്ക് ഈ ജീവിതം അവസാനിക്കില്ല എന്നുള്ളൊരു ചിന്തയാണ്. ഇതൊരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മളൊക്കെ ഇവിടെ നിന്ന് പോയി ഈ മരവും ഈ വീടും ഈ പരിസരവും ഈ കാറ്റും കിളികളും മേഘങ്ങളും ഒന്നും പിന്നെ നമ്മളറിയില്ല. നമ്മളവർക്കൊക്കെ അന്യമാവും. വേറെ ഒരു ജനറേഷൻ വരും. എന്തിനാണ് ഈ പരസ്പര പോരുകൾ? ഇത് ഹീലിങ്ങിനെ കുറിച്ചാണ് കൃഷ്ണൻ ചോദിച്ചതെങ്കിലും അതാ ഞാൻ പറഞ്ഞു, ജനറലി ഇവിടെ ആരുടെയാണ് ഇത് സ്വന്തമെന്ന് പറയാൻ ആർക്കാണ് അവകാശമുള്ളത്? ഈ അവകാശങ്ങൾ തർക്കങ്ങൾ ദോഷങ്ങളിലേക്കും ദോഷങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കുക എന്നല്ലാതെ സന്തോഷവും സമാധാനവുമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന അതിനൊരു അർഹതയില്ലാതെ പരസ്പരം പോരടിച്ചും എൻ്റെ മണ്ണാണിത്, അല്ലെങ്കിൽ ആ അതിര് കയറി പിടിച്ചാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് ലിബറലായിട്ട് എല്ലാവർക്കും അങ്ങനെ കയറി വന്ന് നിരങ്ങാമെന്നുമല്ല. ഈ കയറി പിടിക്കുന്നവരെ കുറിച്ചാണ് പറയണത്. ഇപ്പം നമ്മൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭാഗങ്ങളായിരുന്ന സ്ഥലങ്ങൾ ഇന്ത്യയുടെ അവകാശപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പ് നമ്മുടെ സ്വന്തമല്ലേ, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ അതുപോലെ അവിടുത്തെ ആളുകൾക്ക് അതിന് വേണ്ട ഒരു പ്രത്യേക രീതിയിൽ കൾച്ചർ ചെയ്ത് ആ പ്രകൃതിയുടെ ശരിയായിട്ടുള്ള തനതായ കഴിവുകളെ വെള്ളത്തിനെ ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് ആ രാജ്യത്തെ ജനങ്ങളെ നിലനിർത്താനായിട്ട് അതിന് അതിരുകൾ ഉള്ളത് തെറ്റെന്നല്ല പറയണത്. പക്ഷേ അത് വേറെ രാജ്യങ്ങൾ കയറി പിടിച്ച് ഞങ്ങളുടെ ആക്കുക എന്ന് പറയുമ്പോൾ അവരവിടെ ഉള്ളത് അതിനെ മികച്ചതാക്കുക എന്നുള്ളതാണ്, ആ തത്വമാണ് കൊണ്ടുവരേണ്ടത്. അത് അല്ലാതെ വേറെ ഒരാളുടെ സ്ഥലം കയ്യേറിയിട്ട് അവിടുത്തെ ഗുണപരമായ കാര്യങ്ങൾ, ഇപ്പുറത്തുള്ളത് മനുഷ്യന്മാർ തന്നെയല്ലേ, അവർക്കും ജീവിക്കണ്ടേ? ആ തലത്തിൽ ചിന്തിക്കാൻ എല്ലാവരും വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുക എന്നുള്ളൂ. ഈ ഹീലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തിലും പെട്ടതാണെന്ന് സങ്കല്പിക്കുന്ന, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആണെന്ന് സങ്കല്പിക്കുന്ന ആളുകൾക്ക് ഈ അറിവിൻ്റെ തലം അല്ലെങ്കിൽ ഈ ചിന്ത അവരുടെ എൻ്റേത് മാത്രമാണ് എന്നുള്ള സ്വാർത്ഥമായ സെൽഫിഷായിട്ടുള്ള തോട്ട്സ്, ആ ഒരു സർക്കിൾ ഓഫ് തോട്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നും അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ, ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്. ഇത് ഒരു മതങ്ങൾക്കും ഉള്ളതല്ല. മഹാത്മാ ചോവ കോക്സിയുടെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഫ്രീമേസൺ എന്ന് പറഞ്ഞ ഒരു മതങ്ങളും ഇല്ലാത്ത ഒരാളായിരുന്നു മാസ്റ്ററുടെ അച്ഛൻ. അമ്മ ഫിലിപ്പീനിയായിരുന്നു. അച്ഛൻ ചൈനീസ് വംശജനായിരുന്നു, പക്ഷെ മതം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളർന്ന് അദ്ദേഹം ഫിലിപ്പൈനിൽ വന്ന് ജനിച്ച് അവരുടെ കെമിക്കൽ ഫാക്ടറികളും സമ്പന്ന കുടുംബമായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യൻ ട്രഡീഷനിലാണ് പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേര് സാംസൺ എന്നായിരുന്നു, മാസ്റ്ററുടെ പേര് സാംസൺ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം വേറൊരു പേര് സ്വീകരിച്ചാണ് ചോവ കോക്സുയി എന്നുള്ള പേര് അദ്ദേഹം ഈ സ്പിരിച്വൽ പാത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ചതാണ്. അദ്ദേഹം ക്രിസ്തീയ പാരമ്പര്യങ്ങളിൽ നിന്നും വളർന്നു വന്നതുകൊണ്ട്, പള്ളികളിൽ പോയതുകൊണ്ട് അതിൻ്റെ ഒരു ചായ്വൊക്കെ ക്രിസ്ത്യൻ പള്ളികളിലെ പ്രാർത്ഥനയുടെ ഒരു രൂപങ്ങളൊക്കെ നമ്മുടെ കോഴ്സുകളിൽ വന്നിട്ടുണ്ട്. മറിച്ച് എന്ന് വെച്ച് അദ്ദേഹം അതിലൂന്നിയതല്ല. അദ്ദേഹം പഠിച്ചു വന്ന രീതികൾ അങ്ങനെ ആയതുകൊണ്ട് ആ പ്രാർത്ഥനകൾക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വഭാവം വന്നിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹം മതങ്ങൾക്കൊക്കെ അതീതനായിട്ടുള്ള വലിയൊരു ഗുരു തലത്തിലേക്ക് ഉയർന്ന ആളാണ്. ഇപ്പം നാം പഠിച്ചതല്ലേ, മലയാളമാണ് പഠിച്ചതെങ്കിലും മലയാളമല്ലേ നമുക്ക് പറയാൻ അറിയുള്ളൂ. അതുപോലെ അദ്ദേഹം ആ ചിട്ടപ്പെടുത്തിയതിൽ കുറച്ച് ചായ്വുകൾ അന്ന് അദ്ദേഹം ചെറുപ്പത്തിലെ ഉള്ളിൽ കയറിക്കൂടിയ പ്രാർത്ഥനകളുടെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാ മതങ്ങൾക്കും. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഇവിടെ കേരളത്തിൽ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ മാസ്റ്റർ ചോവ വിചാരിച്ചപ്പോൾ ആ സമയത്ത് അത് അങ്ങനെ ഇന്ത്യയിൽ ഇതൊരു വലിയ സാധ്യതയുള്ള സ്ഥലമാണല്ലോ, ആളുകൾ ഒരുപാട് ഒരുപാട് ജനങ്ങളുള്ളതാണല്ലോ. അതിനെ അവർക്ക് വേണ്ടി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്ന സമയത്ത് അദ്ദേഹം കേരളത്തിൽ വന്നിട്ടാണ് ആദ്യം ഇതിനൊരു, ഫിലിപ്പൈൻസിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു, കേരളത്തിൽ വന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്കറിയില്ല. അദ്ദേഹം
തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ട് അങ്ങനെ പറയണതല്ല. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന്. പക്ഷേ മറ്റു പലരും, ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന കോഴിക്കോട് ഫൗണ്ടേഷൻ, കോട്ടയം ഫൗണ്ടേഷൻ, കൊച്ചി ഫൗണ്ടേഷനിലെ സീനിയറായിട്ടുണ്ടായിരുന്ന പഴയ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. തൃശ്ശൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദുവായിട്ട് ഇത് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് സിസ്റ്റർ എലിസ കുപ്പഴക്കിലും മേരി കോലത്തച്ഛനും ഇതറിഞ്ഞ് അവിടെ ചെന്ന് ഫിലിപ്പീൻസിൽ പോയി അവിടെ മാസ്റ്റർ വീട്ടിൽ താമസിച്ച് ബേസിക് കോഴ്സ് പഠിച്ച് ഇവിടെ വന്നു. ഇത് നിങ്ങൾ നാട്ടിൽ സ്പ്രെഡ് ചെയ്യണമെന്ന് മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഇത് പഠിച്ചപ്പോൾ അവർക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി. അവരോട് വന്ന് നാട്ടിൽ വന്നത് സ്പ്രെഡ് ചെയ്യാനായിട്ട് അവരുടെ രീതികളൊക്കെ അവർ ഉപയോഗിച്ചു. അത് സ്പ്രെഡ് ചെയ്തു. അതിനൊരു രജിസ്റ്റേർഡ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ആ ഫൗണ്ടേഷൻ്റെ കീഴിൽ പ്രവർത്തനം തുടങ്ങി. കാലക്രമേണ അത് ക്രിസ്ത്യൻസിന് മാത്രമായി മാറിയിരുന്നു. ഈ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്ന പേരിലുള്ളത് ക്രിസ്ത്യൻസിന് മാത്രമേ ഇത് പഠിപ്പിക്കാൻ അവകാശമുള്ളൂ. പഠിക്കാൻ ആർക്കും പറ്റുമായിരുന്നു. പഠിപ്പിക്കാൻ അന്ന് പഠിപ്പിക്കാനൊക്കെ നിന്നിരുന്നത് കന്യാസ്ത്രീമാരും അച്ഛന്മാരും ആയിരുന്നു. അവർക്ക് മാത്രമേ അത് പഠിപ്പിക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ളതായിരുന്നു തയ്യാറായി അദ്ദേഹം. പക്ഷേ ഇത് അറിഞ്ഞ് ട്രസ്റ്റിലൊക്കെ ക്രിസ്ത്യൻസിനെ മാത്രം എടുത്ത് ക്രിസ്തീയ പാരമ്പര്യത്തിൽ പ്രാർത്ഥനകളും അത് മരുത്തിന് ധ്യാന കേന്ദ്രങ്ങളൊക്കെ തുടങ്ങി. ഇത് ക്രിസ്തീയവൽക്കരിച്ചപ്പോൾ മഹാത്മാ ചോക്കോക്സുയി ഇതറിഞ്ഞ് ഇവിടെ ഇന്ത്യയിൽ വരികയും കേരളത്തിൽ വരികയും ഈ ഫൗണ്ടേഷനെ എല്ലാ മതത്തിലുള്ള ആളുകളെയും ട്രസ്റ്റികളാക്കി നിയമിക്കുകയും അങ്ങനെയാണത് അദ്ദേഹം മാറ്റിയെടുത്തത്. അങ്ങനെ കാലിക്കറ്റ് ഫൗണ്ടേഷൻ തുടങ്ങി. എല്ലാ മതത്തിലുള്ള ആളുകളെ അതിൽ ആഡ് ചെയ്തു. ഇസ്ലാം മതത്തിലുള്ള ആളുകൾ, ഡോക്ടേഴ്സൊക്കെ പണ്ട് ധാരാളം കുറേ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ ആദ്യമൊക്കെ. പിന്നെ ഓരോ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പല 10-40 വർഷമായിലൂടെ. അപ്പോൾ അന്ന് ട്രസ്റ്റീസൊക്കെ ആയി. അവരത് വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിരുന്നു. ഇവിടെ തൃശ്ശൂർ ഒരു ഡോക്ടർ അശോകൻ ഉണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള സ്കിൻ ഡോക്ടർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകളാണ് ഗായത്രി, ഒരു സംഗീത വിദുഷിയില്ലേ, ഹിന്ദുസ്ഥാനിയൊക്കെ പാടുന്ന വളരെ മനോഹരമായിട്ട് പാടുന്ന. അവരൊക്കെ ആ ഡോക്ടറെ എന്നും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കായിരുന്നു. യുവർ ഫാൻറ്റാസ്റ്റിക്. എൻ്റെ കുറിച്ച് ആളിത്തിരി പങ്കച്ചം പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഡീപ്പായിട്ട് ഇതിൽ ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള. ഞാൻ ബസ്ഫോർട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ കെയർ ഓഫിൽ ഞാൻ ചില ആളുകളെ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യായിരുന്നു. അവിടെ ഡോക്ടറെ പോയി ഒന്ന് കാണാൻ. സ്കിൻ ഡിസീസുള്ള ആളുകളെ നമ്മൾ ഹീലിംഗ് കൊണ്ട് മാത്രം ഇതാവില്ല. ഈ സിറോസിസ് സോറിയാസിസൊക്കെ ഉള്ള ആളുകളെ. അപ്പോൾ ഞാൻ പറഞ്ഞേക്കുമ്പോൾ ഡോക്ടർ അതിന് പൈസ മേടിക്കില്ല. അപ്പോൾ അത് ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ ചോദിച്ചു, എന്താണ് ഞാൻ പറഞ്ഞേക്കുന്ന ആളൊന്നും പൈസ മേടിക്കാത്തത്? അങ്ങനെ ആകുമ്പോൾ എനിക്കിനി പറഞ്ഞേക്കാൻ ബുദ്ധിമുട്ടാവില്ല ഡോക്ടറെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾ നന്നായി സാക്രിഫൈസ് ചെയ്ത് ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിതെങ്കിലും ചെയ്യാൻ പറ്റണ്ടേന്നാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നല്ലൊരു വളരെ ഉയർന്ന തലത്തിലുള്ള ഒരാളായിരുന്നു. എല്ലാവർക്കും അറിയാം, ഗായത്രിയെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുവിധം ആളുകൾക്കറിയാം. അവരുടെ അച്ഛൻ, ഞാൻ അദ്ദേഹം മരണപ്പെട്ടത് ഈ അടുത്ത് ആരോ പറഞ്ഞറിഞ്ഞതാണ്, ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് മതങ്ങൾക്ക് അതീതമായി സങ്കല്പിക്കുന്നവർ തന്നെ മതത്തിൻ്റെ ഉള്ളിൽ അതിരുകളിൽ കെട്ടിയിട്ടവരാണെന്ന് നാം തിരിച്ചറിയണം. ഇത് എല്ലാ മതങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ചികിത്സാ സമ്പ്രദായങ്ങൾ എന്നറിയണം. ഇനി അലോപ്പതി, ഹോമിയോപ്പതി പോലുള്ളതും ഏതെങ്കിലും മതത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആളുകളാണ് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്, അതിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറിപ്പോവില്ലല്ലോ. മറിച്ച് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അമൂല്യമായ ഈ ദ്രവ്യങ്ങളും അതുപോലെ തന്നെ പ്രാണയും സ്വീകരിക്കാൻ ആർക്കൊക്കെ അറിയുന്നുവോ, ആർക്കൊക്കെ അത് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുവോ അവരൊക്കെ ഹീലേഴ്സാണ്. ഇതൊരു മതത്തിൻ്റെയും പുടക്കീഴിലുള്ളതല്ല. അങ്ങനെ സങ്കല്പിക്കാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റില്ല. മറിച്ച് ചിന്തിക്കുന്നവർ അത് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വെയിൽ ചൂട് കൂടി തുടങ്ങി. നമസ്തേ. നമസ്തേ മാസ്റ്റർ. താങ്ക് യു മാസ്റ്റർ. പരിപൂർണ്ണമായ അതെ, തീർച്ചയായിട്ടും എല്ലാ തലത്തിലും മാസ്റ്റർ കാര്യങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ വീഡിയോകൾ അന്വേഷിക്കുന്ന, വിവരങ്ങൾ, വിദ്യ നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്, അന്വേഷിക്കുന്നവർക്ക് ശരിയായിട്ടുള്ളൊരു വെളിച്ചം നൽകാൻ ഈ വീഡിയോ സഹായിക്കട്ടെ. പ്രാണിക് ഹീലിംഗ് അല്ലെങ്കിൽ പ്രാണിക് എനർജി ഹീലിംഗ് അന്വേഷിക്കുന്നവർക്ക് ചാത്തനെയും ആത്മാക്കളെയും
കാണാൻ കഴിയുന്ന യൂട്യൂബുകളിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ഇതൊരു ഊർജ്ജാവസ്ഥയാണ്. ചീത്ത ഊർജ്ജങ്ങളെ എടുത്ത് കളയുന്നതും നല്ല ഊർജ്ജങ്ങളെ ഫില്ല് ചെയ്യുന്ന മെത്തേഡുകൾ പഠിപ്പിച്ച മഹാത്മാ ചുവാക്കോക്സിയെ സ്മരിക്കുന്നു. താങ്ക് യു സോ മച്ച്. മാസ്റ്ററുടെ കരാട്ട തുടർന്നുകൊണ്ടിരിക്കുന്നു. തുടരട്ടെ. താങ്ക് യു.